ഭയങ്കര സന്തോഷമായി, എന്ത് സ്നേഹമുള്ള കള്ളൻ എന്നാണ് നായ ആലോചിക്കണേ. ആ ഇറച്ചി കഷ്ണം നായ വെട്ടി വിഴുങ്ങും. ആ വെട്ടി വിഴുങ്ങുന്ന സമയം കൊണ്ട് കള്ളൻ എന്ത് ചെയ്യും? അയാളുടെ പരിപാടികളെല്ലാം നടത്തും. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് മോഷണമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കള്ളൻ ആ കൂട്ടിലേക്ക് ഒരു നോട്ടം നോക്കും. അവിടെ ആരുണ്ടാവും? ആരുണ്ടാവും? നായ ഉണ്ടാവുമോ? നായ മരിച്ചു കിടക്കുന്നുണ്ടാവും. നായ മരിച്ചു കിടക്കുന്നുണ്ടാവും. കാരണം കള്ളൻ കൊടുത്തത് ഒരു ഇറച്ചി കഷ്ണം മാത്രമായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വിഷത്തിൻ്റെ തുള്ളി ഇട്ടിരുന്നു. ഇതാണ് തെറ്റായ കൂട്ടുകാർ നമ്മൾക്ക് സമ്മാനിക്കുന്ന തെറ്റായ ശീലങ്ങൾ. അത് നമ്മളെ നശിപ്പിക്കുക. സ്നേഹമാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് സ്നേഹമായിരുന്നില്ല എന്നും അതിനകത്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. 10-30,000 ദിവസം കൊണ്ട് തീരുന്നൊരു ഏർപ്പാടിൻ്റെ പേരാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ഈ കുറഞ്ഞ ജീവിതം ഒരാൾ സന്തോഷത്തോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി, നല്ല സേവനങ്ങളും സ്നേഹവും സന്തോഷവും മനുഷ്യർക്ക് കൊടുത്ത് ഒരായുസ്സിനെ അർത്ഥവത്താക്കുക എന്നുള്ളതാണ് പ്രധാനം. മരിച്ചു തീരുന്നത് വരെയുള്ള ഈ ഒരു സമയം അർത്ഥവത്താക്കാനുള്ള ഒരാളുടെ തയ്യാറെടുപ്പാണ് പ്രധാനം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതാണ് നേരത്തെ ആ ക്ലോക്കിനെ കുറിച്ച് പറഞ്ഞത്. അതുവരെയുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന വാച്ചിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഒരു വാറണ്ടി കാർഡൊക്കെ തരും. വാച്ചിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ മൈക്കിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ വസ്ത്രത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. കുറച്ചു കാലമൊക്കെ ഇടാം, പിന്നെ കുറച്ച് അലക്കലൊക്കെ അലക്കുന്നതോടുകൂടി ഇത് തീരും. ഈ ചെരുപ്പിനെ കുറിച്ചറിയാം, പാൻറ്റിനെ കുറിച്ചറിയാം, എല്ലാത്തിനെ കുറിച്ചും നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ നമുക്കൊരു ഏകദേശ ധാരണ പോലും ഇല്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അത് നമ്മളാണ്. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എത്ര കാലം നന്നായിട്ട് അത് പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ എത്ര കാലം അത് കൊണ്ടു നടക്കും നമുക്കറിയില്ല. അത്രയും നിസ്സാരമായൊരു ജീവിതമാണ് ഈ മനുഷ്യൻ്റേത്. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്നാണ്. നിങ്ങൾ മരിക്കുമ്പോൾ ആരാണ് കരയുക? അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരാൾ ഈ പാടവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുക. പാടവരമ്പിലൂടെ നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴ തട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ ഷൂ നനയാൻ പാടില്ല. അതാണ് പ്രശ്നം. നനയാൻ പാടില്ലാത്ത ഷൂ ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ ഷൂ അഴിച്ച് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി. അവിടെ ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് ചെന്നിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഈ ഷൂ ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് വെക്കട്ടെ, മഴ പോയതിന് ശേഷം ഞാൻ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അവിടെ വെച്ചോളൂ. അയാൾ ഷൂ അവിടെ വെച്ചിട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ട് എന്തോ ഒരു സാധനം. അവർ പറഞ്ഞു, ഈ സാധനം കുറച്ച് നേരം ഇവിടെ നിന്ന് വെക്കട്ടെ, മഴ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു എന്നറിയോ? രണ്ടാമതായി വന്ന സാധനം ഒരു മയ്യത്തായിരുന്നു, മൃതദേഹമായിരുന്നു. അത് വെക്കാൻ പറ്റില്ല. എത്ര പ്രശസ്തനാണ് ആളെങ്കിലും, എത്ര സുന്ദരിയാണ് ആ മരിച്ചതെങ്കിലും ഇവിടെ വെക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാലേ ഒരു ചെരുപ്പിൻ്റെ വിലയില്ല. ഷൂ ഇവിടെ വെക്കാം, മയ്യത്ത് വെക്കാൻ പറ്റില്ല. മരിക്കുന്ന നിമിഷം വരെയുള്ള ഒരാളുടെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഇത് അർത്ഥവത്താവുക എന്നുള്ളതാണ് പ്രധാനം. ഇത് മനോഹരമാവുക എന്നുള്ളതാണ് പ്രധാനം. ഈ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. മനുഷ്യർക്ക് സേവനങ്ങൾ കൊടുത്തും മനുഷ്യർക്ക് സ്നേഹം കൊടുത്തും നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ചും ഈ ജീവിതം സന്തോഷകരമാകണം. നേരത്തെ പരിചയപ്പെടാൻ പറഞ്ഞപ്പോഴേ ഞാൻ പരിചയപ്പെട്ടത് നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഈ നിമിഷം മുതൽ അദ്ദേഹം എൻ്റെ സുഹൃത്തായി.
അദ്ദേഹത്തിൻ്റെ നാട് കുണ്ടുങ്ങലാണ്. ഞാൻ നേരത്തെ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് കുണ്ടുങ്ങൽ വരെ പോയി ഒരു ചായ കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ വെറുതെ റോഡിനെടുത്തതാണ്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. ഒരു വല്യുപ്പയാണ്. അവിടെ വേറെ ഒന്നുമില്ല, കേക്ക് മാത്രമേ ഉള്ളൂ, കേക്കും ചായയും. എന്നാൽ കേക്കും ചായയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കേക്കും ചായയും കുടിച്ചിട്ടാണ് ഇങ്ങോട്ടും വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പം നൗഷാദ് ആയിട്ട് ഞാൻ സംസാരിച്ചു, അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. പരിചയപ്പെടുന്നതോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അദ്ദേഹം എൻ്റെ ഉള്ളിലും ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, എൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും, സംസാരിക്കും, ചാറ്റ് ചെയ്യും. നല്ല ബന്ധമായി തമ്മിൽ. ആ അക്കൗണ്ട് ഇങ്ങനെ നിറയാൻ തുടങ്ങും. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടായി, ചെറിയൊരു പിണക്കുണ്ടായി. പക്ഷെ ആ പിണക്കം പെട്ടെന്ന് തീരും. കാരണം എന്താണെന്നറിയോ, അക്കൗണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. 10 ലക്ഷം രൂപയുണ്ട് അക്കൗണ്ടിൽ. അതിൽ നിന്ന് 1000 രൂപ പിൻവലിച്ചാൽ നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമോ? വരില്ല. എന്നാൽ ആകെ 1000 റുപ്യയുള്ളൂ. അതിൽ നിന്ന് 900 പിൻവലിച്ചു. സങ്കടം വരുമോ? സങ്കടം നല്ലോണം വരും. ഈ അക്കൗണ്ട് ഉണ്ടല്ലോ, ബാങ്കിലെ അക്കൗണ്ട് പോലെ ഒരു പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് ഈ അക്കൗണ്ട്. ഇതെന്താണെന്നറിയോ നിങ്ങൾ? ഈ അക്കൗണ്ടിൻ്റെ പേര് ലവ് അക്കൗണ്ട് എന്ന് പറയാം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ട്, മക്കളും ഉമ്മയും ഉപ്പയും തമ്മിലുണ്ട്, അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്, ഉമ്മയും വാപ്പയുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. എല്ലാ ബന്ധങ്ങളും ഓരോ അക്കൗണ്ടാണ്. അത് കാലിയാകാൻ പാടില്ല. എവിടെയാണോ കാലിയാകുന്നത് അവിടെ അതിങ്ങനെ വരണ്ട് പോകും. അക്കൗണ്ടിൽ പൈസയില്ല. നമ്മൾ ATM എത്ര തവണ ഇട്ടാലും ഐ ആം സോറി എന്നാ പറയാ. സോറി എന്നാ പറയാ. ATM മെഷീന് പൈസ ഇല്ല. ATM പോയിട്ട് ഇങ്ങനെ ഉരസിച്ചിട്ട് ഉരസിയത് കൊണ്ട് കാര്യമില്ല, പൈസ ഉണ്ടാവില്ല. കാരണം അക്കൗണ്ട് ശൂന്യമാണ്. അക്കൗണ്ടിൽ എന്താണുള്ളത് അതാണ് പുറത്തേക്ക് വരിക. ശൂന്യമാണെങ്കിൽ ശൂന്യതയാണ് പുറത്തേക്ക് വരിക. നമ്മൾ ടാങ്കിൽ കൊണ്ടുപോയിട്ട് കേടായ വെള്ളമാണ് നിറച്ചതെങ്കിൽ പൈപ്പ് തുറന്നാലേ കേടായ വെള്ളമേ വരുള്ളൂ, നല്ല വെള്ളം വരില്ല. അപ്പം മക്കളോടുള്ള ബന്ധത്തിലാവട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, എല്ലാ ബന്ധങ്ങളിലും ഈ അക്കൗണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കണം. അത് കാലിയാകാൻ സമ്മതിക്കരുത്. നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ട് പൂക്കളൊക്കെ വിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മളൊരു പൂവ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അവളെ ഇങ്ങനെ വിളിച്ചു. അവൾക്ക് അതിങ്ങനെ കൊടുത്തിട്ട് പറയാ ലവ് യു. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാ ഐ ലവ് യു. ഒരാഴ്ചക്കുള്ളത് അവിടെ അക്കൗണ്ടിൽ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അങ്ങാടി പോകുന്ന സമയത്ത് നിങ്ങൾ എന്തോ ഒരു ചെറിയ സമ്മാനം വാങ്ങി, ഒരു പേനയാവാം, ഒരു പുസ്തകമാവാം, മൂപ്പരിങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങനെ കൊടുത്തിട്ടേ ഐ ലവ് യു. ആ ഒറ്റ വാക്ക് മതിയാവും. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരാഴ്ചക്ക് മുഴുവനും സന്തോഷിക്കാൻ അതിനകത്ത് വകയുണ്ടാവും. വലിയ വലിയ കാര്യങ്ങളൊന്നല്ലെന്നേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രധാനം. നിങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് മോളെ അല്ലെങ്കിൽ മോനെ ലവ് യു, ഒറ്റ വാക്ക് മതിയാവും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, അവൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം പിന്നിട്ട് അവൾ വീട്ടിലാണ്. അവൾ നമ്മുടെ എത്രയോ മുന്നേ ഉണർന്നിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ പോകുമ്പോഴേക്കും എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളെ ഓഫീസിലേക്ക് വിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. അവൾക്കും ചിലപ്പോൾ ഓഫീസിൽ പോകാണ്ടാവും, എത്ര നേരത്തെ ഉണർന്നിട്ടുണ്ടാവും എന്നറിയാം. അതൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം കുറച്ച് ദൂരം പിന്നിട്ടിട്ട് നമ്മളൊരു മെസ്സേജ് അയച്ചിരിക്കണം അവൾക്ക് ലവ് യു. ആ മെസ്സേജ് മതിയാവും. ഒരു പകൽ മുഴുവനും ആനന്ദത്തോടെ കഴിയാൻ ആ ഒറ്റ നിമിഷം മതിയാവും. വല്ല ചെലവുണ്ടോ? ഒരു ചെലവില്ല. ഇതാണ് ഈ അക്കൗണ്ട് നിറയാനേ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അതാണ് ഈ ലവ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയാവും. നമ്മുടെ അടുത്ത് വന്ന ഒരു ഉമ്മയെ ഓർമ്മയുണ്ട്. അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ്. കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പക്ഷെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ഈ ഉമ്മാക്ക് കഴിയണില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്നത്തെ അതേ സങ്കടം. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. എന്നിട്ട് അവർ പറയണ മുഴുവനും ഭർത്താവിനെ കുറിച്ചാണ്. സാറിനറിയോ, എൻ്റെ കൂടെ ഇങ്ങനെ കഴിയും,
എത്ര തിരക്കാണെങ്കിലും എൻ്റെ കൂടെ സമയം ചെലവഴിക്കും, എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരിക്കും, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ സഹായിക്കും. എത്ര തിരക്കിനിടയിലും എന്നെ സഹായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. സാറിനറിയോ, എൻ്റെ നഖം മുറിച്ച് തന്നിരുന്നത് പോലും മൂപ്പരാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവർ പൊട്ടിക്കരഞ്ഞു.